ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗാർഡനൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്യണം കേട്ടോ. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ്. ഇപ്പം മഴയൊക്കെ കുറച്ചൊന്ന് കുറവുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. നമ്മൾ അവിടെയൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. അവിടെ ഒരു ഫിഷ് ടാങ്ക് ഇരുന്നായിരുന്നു ഫ്രണ്ടിൽ. ആ ഫിഷ് ടാങ്കൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ആക്കി. അവിടെ നിന്ന് ചെടികളൊക്കെ എല്ലായിടത്തും മാറ്റി ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ആക്കുവാണ് കേട്ടോ. ഇത് അപ്പുറത്തെ സൈഡല്ല, ഞാനിപ്പോൾ നിൽക്കുന്ന ആ ഒരു സൈഡില്ല, ആ ഒരു സൈഡല്ല ക്ലീൻ ആക്കുന്ന, ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ആ ഒരു സൈഡിലെ പാർട്ട് 2 വീഡിയോ ഞാൻ പിന്നെ ഇടാം കേട്ടോ ക്ലീൻ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ടുള്ള ഹാങ് ചെയ്ത ചെടിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒരുപാട് ഇങ്ങനെ താഴോട്ട് ഇത് റൗണ്ട് ഷേപ്പിൽ ഒരു ബോളിൻ്റെ ഷേപ്പിൽ നിൽക്കുന്നതാണ് എപ്പോഴും ഒരു ഭംഗി എന്ന് പറയുന്നത്. അത് ഞാൻ പിന്നെ കട്ട് ചെയ്ത് നല്ലപോലെ ലെവലാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ എന്നെ മുമ്പ് കണ്ട ആ പയ്യനെന്ന് പറയുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള വർക്കൊക്കെ വരുമ്പം, ഒരുപാട് വെയിറ്റൊക്കെ പൊക്കുന്നത്, പിന്നെ അങ്ങനെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ജോലിയൊക്കെ വരുമ്പം ഈ പയ്യനെ വിളിച്ചിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ പറയുന്ന കണക്ക് അവൻ ഓരോന്ന് ചെയ്തൊക്കെ തരും. അങ്ങനെയെല്ലാം ലെവൽ ചെയ്തിടുവാണ് കേട്ടോ. ഇത് ഈ പയ്യനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അവന് ഫിഷിൻ്റെ ടാങ്കിലെല്ലാം വെള്ളമൊക്കെ മാറ്റി നല്ലപോലെ ക്ലീൻ ആക്കുവാണ്. പിന്നെ അവിടെ എല്ലാം നല്ലപോലെ കഴുകി നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കുവാണ്. നല്ല വൃത്തിയാണ് കേട്ടോ അവന് ചെയ്യുന്നത്, മാഷാല്ലാ. പിന്നെ ഞാൻ ആ കിച്ചണിലോട്ട് വന്നു ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഒരു 4 സവാളയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തു. അങ്ങനെ ചെറിയൊരു ബ്രൗൺ നിറമായപ്പോഴത്തേക്കും കുറച്ച് ഉള്ളി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ 3 സവാളയാണ് കേട്ടോ, 3 സവാള എടുത്തത്. പിന്നെ ഒരു സവാളയ്ക്ക് വലിപ്പത്തിലുള്ള ആ ഒരു ടൈപ്പ് ഉള്ളി എടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കനെല്ലാം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് വെച്ചിട്ട് നല്ലപോലെ നല്ല ഇളക്കിയിട്ട് മിക്സ് ആക്കണം. എന്നാലേ ആ ഉള്ളിയും സവാളയും എല്ലാം നല്ലപോലെ അതിൽ യോജിക്കത്തുള്ളൂ. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് പറയുന്നതെന്നുള്ളൂ കേട്ടോ. അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തു. എന്നിട്ട് മൂടി ഒരു 10 മിനിറ്റോളം ഞാൻ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചു. അപ്പോൾ അതിൽ നിന്ന് ഒരു വെള്ള കളറാവും. എന്നിട്ടാണ് ഞാൻ മൂടി തുറന്നിട്ട് അതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തൈര് ആഡ് ചെയ്യും. തക്കാളിയും പച്ചമുളകും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്, അടിപൊളിയാണ്. തൈരും നാരങ്ങായും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പിടിക്കട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് നേരം മൂടി വേവിച്ചു. അതിന് ശേഷമാണ് ഞാൻ നല്ല ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുറച്ച് ഇളക്കി മിക്സ് ചെയ്ത് നല്ലപോലെ തിളയ്ക്കാനായിട്ട് വെച്ചു. പിന്നെ അങ്ങനെ തിളച്ച് കഴിയുമ്പം പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കി പിന്നെ അത്യാവശ്യം ആകുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലാക്കി നല്ലപോലെ വേവിച്ചെടുത്ത്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ സമയത്തുണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നല്ലപോലെ ഞാൻ കഴുകി വൃത്തിയാക്കി വെക്കുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി വൃത്തിയാക്കി വെക്കേണ്ട സ്ഥലത്തൊക്കെ വെച്ചു. ഇനി നമുക്ക് പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാട്ടെ, എന്തായി എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. പോയി നോക്കിയിട്ട് വരാവേ. അവൻ ഇവിടെ എല്ലാം നല്ലപോലെ സോപ്പിട്ട് നല്ലപോലെ തേച്ചരച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയം എടുക്കുന്നുണ്ടോ മോനെ ക്ലീൻ ചെയ്യാൻ? പിന്നെ ആ സൈഡിലെല്ലാം കഴുകി വൃത്തിയാക്കിയപ്പം ഞാൻ തന്നെ എൻ്റെ ഇഷ്ടത്തിന് തന്നെ എനിക്ക് എവിടെയൊക്കെ വെക്കണം, ഏത് രീതിയിൽ വെക്കണം എന്നൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ ചെടികളെല്ലാം കൊണ്ടുവന്ന് വെക്കുവാണ്. അത്യാവശ്യം ഒരുപാട് ഭയങ്കര വെയിറ്റൊന്നും ഇല്ലാത്ത ചെടിച്ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവിടെ തന്നെ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് വെക്കുന്നത് തന്നെ എനിക്കിഷ്ടം. എന്നാലേ എനിക്കൊരു തൃപ്തി ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഒരുപാട് വെയിറ്റൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കും.
ഇങ്ങനെ ഫ്രണ്ടിൽ ഞാൻ ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചത്. ഈ അറേഞ്ച്മെൻറ്റ്സിനിടയ്ക്ക് മാറ്റമൊക്കെ വരും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മോന് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അവന് സ്കൂളിൽ നിന്ന് എന്തോ മിഠായി കൊടുത്തിട്ടുണ്ട്. അതെന്നെ ഇങ്ങനെ കാണിക്കുവാണ് അവൻ. എന്നിട്ട് അവൻ ഡ്രസ്സൊക്കെ മാറി നേരെ വെളിയിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ എന്താ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബാഗിൽ കൈയൊക്കെ കെട്ടി നോക്കി. ഇവിടെ എന്ത് പണി ചെയ്യണമെന്ന് പറഞ്ഞാൽ നോക്കി, എന്താ കുരുത്തക്കൂടെ ഒപ്പിക്കണം എന്നാ നോക്കി നിൽക്കുന്ന കേട്ടോ. ഇത് ഞാൻ ചെടി ഹാങ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡൊക്കെ വെച്ചു. പക്ഷേ പിന്നെ ഹാങ് ചെയ്യാനൊന്നും പറ്റിയില്ല, മഴയൊക്കെ ആയി. ഞാൻ പറഞ്ഞില്ലേ എന്ത് പണി ഒപ്പിക്കണമെന്ന് പറഞ്ഞ് നോക്കി. അവൻ അതിൽ വെള്ളം നിറയ്ക്കുവാണ് കേട്ടോ. വെള്ളം നിറച്ചിട്ട് പിന്നെ ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ കയറി കൈയും കാലുമൊക്കെ ഇട്ട് ഡ്രസ്സെല്ലാം ഇട്ടിരുന്ന ഡ്രസ്സെല്ലാം ചീത്തയാക്കി വെള്ളം നനച്ചിട്ടാണ് വന്നത്. പിന്നെ ഞാൻ അത് മാറ്റി കൊടുത്തത്. ഇതൊക്കെ നമ്മുടെ ലവ് ബേർഡ്സ് ആണ് കേട്ടോ. കൂടിനകത്തോട്ട് കയറി പോയിട്ടുണ്ട്. ഇതൊന്നും മിട്ടു, പിന്നെ മിട്ടു എന്ന് വിളിച്ചപ്പോൾ എത്തി നോക്കിയതാണ് കേട്ടോ. ഇത് നമ്മുടെ ബഡ്ജീസാണ്. മഴയൊക്കെ ആയിട്ട് എല്ലാവരും തലപ്പിടിച്ചിട്ട് ഇരിക്കുക. നല്ല കാറ്റും കൂടി വന്നിട്ട് വീഡിയോക്കെ ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. എന്ന് വെച്ചാൽ നല്ല ഇടയ്ക്ക് നല്ല ഇതുപോലെ ഉണ്ടാവും. നല്ല മഴയൊക്കെ വന്നിട്ട് ഇടയ്ക്ക് പണി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ സ്റ്റോപ്പാക്കി. എന്നിട്ട് പിന്നെ മഴയൊക്കെ മാറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ചെയ്തപ്പോഴത്തേക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് എല്ലാം ഇതാക്കി ഒന്ന് സെറ്റായിട്ട് വന്നു. കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെ വീണ്ടും ബാക്കിയുള്ള അവിടെ നിന്ന് ചെടികളെല്ലാം ഒന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം ഈ ഒരു രീതിയിൽ അരഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം വെക്കുമ്പോൾ നല്ല കണക്ക് തോന്നത്തില്ല. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് പിന്നെയും അങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്യും. ഈ രീതിയിൽ അരിക്കത്തില്ല. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണ്ടാകും. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ അധികം ഞാൻ ശ്രദ്ധിക്കാണ്ടിട്ടിരിക്കുമായിരുന്നു കേട്ടോ. ഒരുപാട് ശ്രദ്ധിച്ചിട്ടും വലിയ കാര്യമില്ല ഈ മഴ സമയത്ത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഇനിയിപ്പം ഇതെല്ലാം പ്രൂൺ ചെയ്ത് കൊടുക്കണം. അതുമല്ല പാർട്ട് 2 വീഡിയോ വേറെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കിയായിട്ട്. കാരണം അപ്പുറത്തെ സൈഡിലുള്ള ചെടികൾ അത്രയുണ്ട്, ഒരുപാട് ചെടിയുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒറ്റ ദിവസം നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറേശ്ശെ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. ഇത് തന്നെ ഇപ്പം ഒരു സ്ഥലം തന്നെ ഇതാക്കിയപ്പോൾ തന്നെ രാവിലെ തൊട്ട് സന്ധ്യ വരായി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് ഒക്കെ ആയപ്പോഴത്തേക്ക്. ഇനി ഇതെല്ലാം പ്രൂൺ ചെയ്ത് മാറ്റി നല്ലപോലെ അതിന് വളമൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. അതിനുള്ള ഐറ്റംസൊക്കെ മേടിച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. അതുമല്ല മഴയൊക്കെ ഒന്ന് കുറച്ച് മാറിയാൽ മാത്രം നമുക്ക് ഈ വളമൊക്കെ ഇട്ട് ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതേ ഇപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയി. എൻ്റെ മോനാണെന്നുണ്ടെങ്കിൽ അവിടെ കാറും തള്ളിക്കൊണ്ടിരുന്നത്. നല്ല കാറായിരുന്നു കേട്ടോ. അത് പിന്നെ കേടായിട്ട് അവനിങ്ങനെ ഊരിപ്പണിയലാണ് എല്ലാം ഇങ്ങനെ. അങ്ങനെ പിന്നെ കാറ് കേടായി. ഒരുപാട് വട്ടം കൊണ്ടുപോയി ശരിയാക്കി കൊടുത്തതാണ്. പിന്നെ എപ്പോഴും കേടാക്കുന്നത് കൊണ്ട് ഇപ്പോൾ ശരിയാക്കണില്ല. അത് അങ്ങനെ തന്നെ കിടക്കട്ടെ വെച്ചാൽ അതിപ്പോൾ തള്ളിക്കൊണ്ട് നടക്കുക. ഇടയ്ക്ക് വരും ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞേ. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയി. എന്നാലും പണികൾ ഇതുവരെയും തീർന്നിട്ടില്ല കേട്ടോ. ഇതിനു മുമ്പേയൊക്കെ നേരത്തെ ഫിനിഷാക്കാന്നൊക്കെ വെച്ചിരുന്നതാണ്. പിന്നെ അവന് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് കണ്ടോട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് ചെന്ന് അത് വെള്ളം ഒഴിച്ചു കൊടുത്തതാണ്. പിന്നെ അവിടെ നിന്ന് വേസ്റ്റെല്ലാം ഞങ്ങളെല്ലാം തൂത്ത വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതെല്ലാം വാരി വൃത്തിയാക്കി ബാക്കിൽ കൊണ്ടുപോയി കളയാൻ വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ അവനോട്. പിന്നെ അതേ അപ്പോഴും മോൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവന് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. ഇത് നമ്മുടെ ഗോസുട്ടനാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങ് ഫ്രണ്ടിലോട്ട് വരും കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ലൈക്കോ കമൻറ്റോ ഷെയറോ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.